ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണെരിയാതെ, കണ്ണിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും വരാതെ ഉള്ളിയും സവാളയും അരിഞ്ഞെടുക്കാനുള്ള 10 സൂപ്പർ ടിപ്സാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത്. ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ എന്ന ഗ്യാസ് നമ്മുടെ കണ്ണുനീരുമായി പ്രവർത്തിച്ച് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുന്നു. ഇതുമൂലമാണ് നമ്മുടെ കണ്ണെരിയുന്നത്. ഈ സൾഫ്യൂരിക് ആസിഡിനെ കഴുകിക്കളയുന്നതിന് വേണ്ടിയാണ് കണ്ണ് കൂടുതൽ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉള്ളിയുടെ വേരിൻ്റെ ഈ ഭാഗമുണ്ടല്ലോ, അവിടെയാണ് സൾഫറിൻ്റെ സാന്നിധ്യം കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് ഉള്ളി മുറിക്കുന്നതിന് മുമ്പ് ഈ വേരിൻ്റെ ഭാഗം നമുക്കങ്ങ് മുറിച്ച് കളയാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. വേരിൻ്റെ ഭാഗം മുറിച്ച് മാറ്റിയ ഉള്ളികൾ ഈ ഉപ്പുവെള്ളത്തിലേക്ക് ഇതുപോലെ വച്ചു കൊടുക്കാം. 4-5 മിനിറ്റിന് ശേഷം നമുക്കിത് ഉപ്പുവെള്ളത്തിൽ നിന്നും പുറത്തെടുക്കാം. ഇനി ഇത് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറുതായി മുറിച്ചെടുക്കാം. കണ്ണിൽ നിന്നും വെള്ളം വരികയോ കണ്ണ് നീറുകയോ ചെയ്യില്ല. കാരണം ഇതിലടങ്ങിയിരിക്കുന്ന സൾഫർ മുഴുവനും ഉപ്പുവെള്ളത്തിൽ ലയിച്ചു ചേർന്നിരിക്കും. ഉപ്പുവെള്ളത്തിന് പകരം 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കലക്കിയ വെള്ളത്തിലും ഉള്ളി ഇതുപോലെ മുക്കി വെച്ചതിന് ശേഷം മുറിച്ചെടുക്കാവുന്നതാണ്. കണ്ണു നീറുകയില്ല. ഒരു പിടി ഐസ് കട്ടകൾ ഒരു പാത്രം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേരിൻ്റെ ഭാഗം മുറിച്ച് മാറ്റിയ സവാളകൾ ഇതുപോലെ വെച്ചു കൊടുക്കാം. ഏകദേശം 5 മിനിറ്റിന് ശേഷം നമുക്കിത് ഐസ് വെള്ളത്തിൽ നിന്നെടുത്ത് തോലൊക്കെ കളഞ്ഞ് ചെറുതായി മുറിച്ചെടുക്കാം. കണ്ണ് നീറുകയേയില്ല. ഉള്ളിയും സവാളയും തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു പാത്രത്തിലാക്കി ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കാം. ഏകദേശം 15 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രീസറിൽ നിന്നും പുറത്തെടുക്കാം. കണ്ണ് നീറാതെ, ഒരു തുള്ളി കണ്ണുനീർ പോലും വരാതെ നമുക്കിത് അരിഞ്ഞെടുക്കാൻ സാധിക്കും. വേരിൻ്റെ ഭാഗം മുറിച്ച് മാറ്റിയ ഉള്ളികൾ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്കോ അല്ലെങ്കിൽ കിച്ചൺ ടവലിൻ്റെ മുകളിലേക്കോ ഇതുപോലെ കമഴ്ത്തി വെച്ചു കൊടുക്കാം. ഏകദേശം 5 മിനിറ്റിന് ശേഷം നമുക്കിതെടുത്ത് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്താൽ കണ്ണെരിയാതെ, കണ്ണിൽ നിന്നും വെള്ളം വരാതെ നമുക്ക് ഉള്ളി അരിഞ്ഞെടുക്കാൻ സാധിക്കും. സവാള മുറിച്ചത് ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം. 4-5 മിനിറ്റ് ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഗ്യാസ് മുഴുവനും പോയി കിട്ടും. പിന്നീട് നമുക്കിത് ചെറുതായി മുറിച്ചെടുക്കാം. ഒരു മെഴുകുതിരി കത്തിച്ച് അടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഉള്ളിയോ സവാളയോ അരിഞ്ഞെടുക്കാം. കണ്ണെരിയാതെ തന്നെ ഉള്ളി അരിഞ്ഞെടുക്കാനുള്ള ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ ഇത്. ഉള്ളിയോ സവാളയോ മുറിക്കുന്നതിനടുത്ത് ഒരു ഫാൻ ഓണാക്കി വെക്കാം. ഒട്ടും കണ്ണെരിയാതെ തന്നെ നമുക്ക് ഉള്ളിയും സവാളയും ഒക്കെ അരിഞ്ഞെടുക്കാൻ സാധിക്കും. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കാം. അരിഞ്ഞെടുക്കാനുള്ള ചെറിയ ഉള്ളി 2 അറ്റവും മുറിച്ച് തോലൊക്കെ കളഞ്ഞ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സവാളയും തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ മുറിച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഏകദേശം 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഉള്ളിയും സവാളയും വെള്ളത്തിൽ നിന്ന് എടുത്ത് അരിഞ്ഞെടുക്കാം. കണ്ണ് നീറാതെ തന്നെ. കണ്ണ് ഒട്ടും എരിയാതെ ഉള്ളി അരിഞ്ഞെടുക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അടുത്തത്. ഒരു നാരങ്ങ മുറിച്ചതിന് ശേഷം നമ്മൾ ഉള്ളി അരിയാൻ ഉപയോഗിക്കുന്ന കത്തിയുടെ 2 വശത്തും തേച്ചു കൊടുക്കാം. നാരങ്ങ നീര് പുരട്ടിയ കത്തി കൊണ്ട് നമുക്ക് ഉള്ളി അരിഞ്ഞെടുക്കാം. ഒരു തുള്ളി കണ്ണുനീർ വരില്ല. കണ്ണെരിയാതെ ഉള്ളി അരിഞ്ഞെടുക്കാനുള്ള പ്രത്യേകതരം കണ്ണടകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ഇത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. വെറും 50 രൂപ മാത്രം വിലയുള്ള ഈ സേഫ്റ്റി ഗ്ലാസ് വെച്ചും കണ്ണെരിയാതെ നമുക്ക് ഉള്ളി അരിഞ്ഞെടുക്കാൻ സാധിക്കും. കണ്ണെരിയാതെ ഉള്ളി അരിഞ്ഞെടുക്കാനുള്ള ഈ ടിപ്സ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.